ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് 3 അലോക്കാർഡിന് കോൾ ചെയ്തു. പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു. നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആവാത്തോണ്ട് അലോക്കാർഡ് തന്നെ വാങ്ങി. എന്താന്ന് വെച്ചാല് എന്റെ എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്. ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക. പിന്നെ മേശപ്പുറത്ത് മുസായി വെക്കുക. ഉസ്താദ് കസേരയിൽ ഇരിക്കുക. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ. ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചാൽ എന്നോട് പറഞ്ഞ് ഇന്നിന്ന പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റീന്റെ പ്രസിഡന്റിനെ വിളിച്ച് ആദ്യം. അന്നേരം പറഞ്ഞു നിങ്ങൾ ഇനി അതൊരു വിഷയമാക്കണ്ട, അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞു ഉപദേശിച്ച് അങ്ങ് നേരാക്കിക്കോളുന്ന്. അന്നേരം എനിക്ക് തോന്നി അത് അങ്ങനെ പോയാൽ ശരിയാവില്ലാന്ന്. അങ്ങനെ ഞാന് നാട്ടിലുള്ള 2-3 ചെക്കന്മാരെ വിളിച്ച്, നമ്മളെ മഹലിലുള്ള തന്നെ അങ്ങനെ ഓലെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓലെന്താക്കി ഉസ്താദിനെ പോയി കണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ് അടുത്ത് നിർത്തുന്നുണ്ട് എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ തൊടലില്ലാന്ന്. അന്നേരം മക്കളെയൊക്കെ വിളിച്ച്, സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ച് വിളിച്ച് കൊണ്ടുവന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് എന്ന്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ, 11 വയസ്സ്. വിടുവോ ഞാൻ? അങ്ങനെ നിങ്ങൾക്ക് ആരാ ഇത് പറഞ്ഞത്? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അന്നേരം പറഞ്ഞ് മക്കള് ഉമ്മമാരോട് പറഞ്ഞ് എന്നിട്ടാണെന്ന്. അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം. എന്താ വെച്ചാൽ ഇത്രയും ദിവസം 1-1.5-2 മാസത്തോളായി ഇത് സംഭവം നടക്കാൻ തുടങ്ങിയിട്ട്. കൊടുത്തു പണി. ഓനിപ്പോ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട്. ആടുന്ന് പിന്നെ ഊരിപ്പോരും, അത് വേറെ വിഷയം. എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം. കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടുന്നൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ. ഉസ്താദിന് പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത്, രാത്രി ചിക്കൻ കറി വെച്ചത്, ഒന്ന് സൽക്കാരം എന്താന്നാ കൊഴിപ്പിക്കുകയല്ലേ. അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിൽക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയാ. ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസ് ആക്കുന്ന, അത്രേ ഉള്ളൂ. കള്ളബടുക്കൂസുകള്. എന്റെ പൊന്നുമോനെ, ഇത് എല്ലാവരും കേൾക്കണം, എല്ലാവരും. കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദുമാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിയാന്നറിയോ. ഫുഡ് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും അവർക്ക് ഉസ്താദിന് കൊടുക്കണം. എന്താ ഉസ്താദിന് എന്താ പ്രത്യേകത? ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ, മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ്. അല്ലാണ്ട് ഉസ്താദിനല്ല ആദ്യം എന്താ സൽക്കരിക്കണം. സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല അങ്ങ് തിന്നൂടെന്ന് പറയും. ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ അങ്ങ് ഇറങ്ങും പെണ്ണുങ്ങന്മാര്, ഷോപ്പർ കൊടുത്ത് അല്ലോ ഇറച്ചി മീന് പത്തിരി സ്പെഷ്യൽ എല്ലാം. എന്താന്ന് വെച്ചാൽ ഉസ്താദ് പറയാ എനിക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ. കടത്തി കൊടുക്കുക എല്ലാരും. ചപ്പാത്തി, ചിക്കൻ കറിയും മീൻ ഫ്രൈയും. ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക്. മക്കള് എന്താ പറയാ ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1.5 ഫുഡാ. വലിയൊരു തട്ട് നിറച്ച് 3-4 തട്ട് നിറച്ച് ചോറ്, അതിന് സ്പെഷ്യലായിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം തിന്ന് കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കള് മദ്രസ ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരുത്തുക. ഒഴിഞ്ഞ് പോലെ വികാരം തീർക്കുക ഖുർആന്റെ മുന്നിൽ വെച്ചിട്ട്. ഇതാ മൂല്യന്മാര്. ഒരു മൂല്യര് പറഞ്ഞാ പോരെ, എല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാൽ 90% ഇപ്പൊ ഇങ്ങനെയാ. 90%, 10% നല്ലതുള്ളൂ. 90% ഉസ്താദ്മാര് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വിളിക്കും. എന്തിനാന്നറിയോ? എന്നിട്ട് ഒരു കർട്ടനും മുന്നില്. പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ്, ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട. പെണ്ണുങ്ങൾ ആഴ്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ്. എന്തെല്ലാം നിയമങ്ങളാ. എന്നിട്ടോ കുറ്റം മുഴുവനും ഓള് ഫർദ ഇട്ടത് ടൈറ്റായി പോയി, ഓള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. ഗൾഫുകാരെ പെണ്ണുങ്ങൾക്കില്ലാത്ത കുറ്റങ്ങളുണ്ട്.